സാധാരണ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി കായ്കൾ മുകളിലേക്ക് വളരുന്ന ഒരു സസ്യം. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. യെസ്, കാന്താരി മുളകിനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ കറികളിലെല്ലാം, പ്രത്യേകിച്ച് ചമ്മന്തികളിൽ കാന്താരി ഇല്ലാത്ത ഒരു ചമ്മന്തി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ കാന്താരി ഔഷധങ്ങളുടെ ഒരു കലവറ കൂടിയാട്ടോ. ദഹനശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും ചുമ, തുമ്മൽ, ആസ്മ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമെല്ലാം കാന്താരി ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പരിപാലനമൊന്നുമില്ലാതെ നമ്മുടെ തൊടിയിലും കൃഷിയിടങ്ങളിലും ഒക്കെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് കാന്താരി മുളക്. വളപ്രയോഗങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും ധാരാളം വിള ലഭിക്കും എന്നുള്ളത് കാന്താരി മുളകിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാട്ടോ. ഏത് കാലാവസ്ഥയിലും നമുക്ക് കാന്താരി മുളക് പച്ച, വെള്ള, വയലറ്റ് കളറിലൊക്കെ നമുക്ക് കാന്താരി മുളകിനെ കാണാൻ പറ്റും. സാധാരണ പച്ചമുളകിനേക്കാൾ 1-2 വർഷം കൂടുതൽ ആയുസ് നമ്മുടെ കാന്താരി മുളകിനുണ്ട്. ഏകദേശം 1 മീറ്റർ വരെ കാന്താരിക്ക് ഉയരം വയ്ക്കാറുണ്ട്. കാന്താരി മുളകിന് ഈ എരിവ് നൽകുന്നത് ക്യാപ്സസിൻ എന്ന രാസവസ്തുവാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാണ് കാന്താരി മുളക് സാധാരണയായി കണ്ടുവരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മേഘാലയ, ആസാം, കേരളം എന്നിവിടങ്ങളിലാണ് കാന്താരി മുളക് കൂടുതലായും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ ബേഡ്സ് ഐ ചില്ലി എന്നാണ് നമ്മുടെ കാന്താരി മുളക് അറിയപ്പെടുന്നത്. നല്ല വിനാഗിരിയിലിട്ട കാന്താരി മുളകെടുത്ത് നല്ല കട്ട തൈരിൽ ചേർത്ത് ഞെരടി കഞ്ഞിയും കുട്ടി കഴിക്കാൻ എന്താലേ രുചി! അച്ചാറിലായാലും തോരനിലായാലും ചമ്മന്തിയിലായാലും നമ്മുടെ കുഞ്ഞൻ കാന്താരിനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രുചി തന്നെയാണ്. രുചിയിലും ഗുണത്തിലും നമ്മുടെ ഇത്തിരി കുഞ്ഞൻ കാന്താരി മുൻപിൽ തന്നെയാണ്. പറഞ്ഞേ നാവിൽ വെള്ളം ഊരാൻ തുടങ്ങിയത് അറിഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാ, കഞ്ഞി കുടിക്കുകയല്ലേ?